മരുന്ന് കുടിക്കുമ്പോൾ പ്രശ്നം എന്താ പറയുക, കുഞ്ഞാൽ ബി പി, ഇരുന്നാൽ ബി പി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങോട്ട് നോക്കിയാൽ ബി പി. ഒരൊറ്റ മുദ്ര കൊണ്ട് ഡോക്ടർ വിളിച്ച് പറഞ്ഞപ്പോൾ ലോകത്തോട് വിളിച്ച് പറഞ്ഞു, ആ മുദ്ര പിടിച്ച ഉടനെ എനിക്ക് പൂർണ്ണ സൗഖ്യം അന്നേരം തന്നെ ലഭിച്ചു. എല്ലാവരും പറഞ്ഞപ്പോൾ ഒരു പൂടി നമുക്ക് എന്തോ പ്രശ്നം പറയാറുണ്ട്. പാരസിറ്റമോളിന്റെ അടിമയാണ് ഇപ്പൊ. ഞാൻ കുടിക്കൂല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് ഇപ്പൊ ഉള്ളത്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഫുഡ് അലർജി ഉണ്ടായിരുന്നു, അതിപ്പോ മാറി കംപ്ലീറ്റ്ലി. പിന്നെ കണ്ണ് പൊളിപ്പുണ്ടായിരുന്നു രാവിലെ എണീക്കുമ്പോ, അത് മാറി. ഈ ഫുഡ് അലർജി എന്തിന്റെ ഫുഡിന്റെ അലർജി ആയിരുന്നു? കൊഞ്ച് കഴിച്ചാ അപ്പൊ സന്തോഷായി. എത്ര വയസ്സുണ്ട് എനിക്ക്? 8 വയസ്സുള്ള കുട്ടിയാണ്, നമ്മളറിയില്ല ഉണ്ടോ. അപ്പൊ അലർജി ഉണ്ടായിരുന്നതാണ് കൊഞ്ച് കഴിച്ചാല്. അപ്പൊ കൊഞ്ചിനല്ല അലർജി, ചെമ്മീനല്ല അലർജി, ചിലർക്ക് കോഴി മുട്ടക്കോ അലർജി ആയിരിക്കും, ചിലർക്ക് പരിപ്പിന് അലർജി ആയിരിക്കും. അലർജി സത്യത്തിൽ പരിപ്പിനോ മുട്ടക്കോ കൊഞ്ചിനോ അല്ല, അവനവന്റെ ശരീരത്തിനാണ്. ശരീരത്തെ ശരിയാക്കിയാൽ അലർജി മാറും. പോയിട്ടാ വന്നത്. പിന്നെ വീട്ടിൽ നിന്ന് കാലുവേദന, ഊര മുതൽക്ക് കാലിന്റെ മടമ്പ് വരെ വേദന. കുട്ടികൾ മസാജ് ചെയ്ത് തന്നിട്ടാണ് ഇങ്ങനെയാണ് ഉറങ്ങലായിരുന്നു. അപ്പൊ അതിനൊക്കെ നല്ല മെച്ചുണ്ട്. പിന്നെ പ്രഷർ ഉണ്ടായിരുന്നു, അതും കുറഞ്ഞ്. അപ്പൊ അങ്ങനെ പറയാം. പിന്നെ ഞാൻ 10 വർഷം മുമ്പ് തൈറോയിഡ് ഉണ്ടായിരുന്നു, അതിന് മരുന്ന് നിർത്തരുത് പറഞ്ഞിരുന്നു. അവര് അന്നാ കാണിച്ചു കണ്ട് തന്ന മരുന്ന് കുടിച്ചൊന്നുമില്ല, പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. പാരസിറ്റമോളിന്റെ അടിമയാണ് ഇപ്പൊ. ഞാൻ കുടിക്കൂല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് ഇപ്പൊ ഉള്ളത്. മുറ്റ കടിച്ചേരി ഔത്തുകത്തുമ്പോൾ തന്നെ തുടങ്ങും തലവേദനയും പല്ലുവേദനയും. അപ്പൊ പിന്നെ തലവേദന ഉണ്ടായിട്ടില്ല, പല്ലുവേദന ഉണ്ടായിട്ടില്ല. ഇല്ല, വെയിലത്തിരുന്നിട്ട്. വീട്ടിൽ നിന്നൊക്കെ വിളിച്ചുമ്പോ എന്റെ പനി ഇപ്പൊ ഒരാഴ്ചക്ക് പണിയൊക്കെ നിർത്തി വെച്ചപ്പോ അവിടെ റെസ്റ്റ് അല്ല, അപ്പൊ അതുകൊണ്ടായിരിക്കും വേദന ഇല്ലാത്ത. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണെങ്കിൽ അത് അങ്ങനെ വിചാരിച്ചു. പക്ഷെ വെയില് നല്ലോണം വെയില, ഉദിച്ച വെയില് പോണ വരേക്കും 1-2 മണിക്കൂർ കൊള്ളുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ഇല്ലാത്ത എനിക്ക് നല്ല വിശ്വാസമാണ്. അവിടുന്ന് ഇവിടുന്ന് വെയിൽ ഒന്നല്ലേ, അപ്പൊ അത് തലവേദന ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു വീട്ടുകാരങ്ങനെയാണ്. അത് ചിലപ്പോ നീ റെസ്റ്റ് ചെയ്തിട്ട് തോന്നണേക്കുന്ന പറയുള്ളൂ. ഞാൻ ഒരു 10 ദിവസം കൂടെ വന്നായിരുന്നു. 4 രൂപ ഒന്നിച്ചൊന്നായിരുന്നു. ഈ നടുവേദനയും മുട്ടുവേദനയായിരുന്നു. അതെന്തായാലും ഇവിടെ വന്ന് ശ്വാസം മുട്ടുണ്ടായിരുന്നു. ശ്വാസം മുട്ടിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും, മരുന്നല്ല സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ പിടിച്ചില്ല ഞാനങ്ങനെ. അതുകൊണ്ട് ഇപ്പോൾ ഈ നടുവേദന മാറ്റമുണ്ട്, മുട്ടുവേദന മാറ്റമുണ്ട്, കുഴപ്പമില്ലാതെ പോവാണ്. മരുന്ന് എന്തെങ്കിലും ഇവിടുന്ന് തന്നോ? ഇല്ലില്ല, മരുന്നൊന്നും തന്നില്ല. ഇല്ല, ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വന്ന് എത്ര പ്രാവശ്യം? 2 ദിവസം കൂടെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ചെയ്താൽ മതി. അന്നന്ന് വൈകിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ ഇന്ന് വന്നതാ. വന്നിട്ട് കാര്യം പറയാനായിട്ട് വന്നതാ. കൊല്ലം കൊട്ടാരക്കര. വെരി ഗുഡ്. ഇവിടെ വന്നിട്ട് ചെവിയുടെ ഭാഗം റെഡിയായി, ശരീരത്തിന്റെ വേദന കുറഞ്ഞിട്ടുണ്ട്. ചെവിയുടെ ഭാഗം റെഡിയായി. ഇവിടെ ചെവി കട്ടിയായിട്ടിരിക്കുവായിരുന്നു. ചെവിയുടെ ഭാഗം കട്ടിയായിട്ടിരുന്നു ഞാൻ, അത് മാറി ഫുള്ളായിട്ട്. പിന്നെ മൂക്കടവുണ്ടായിരുന്നു, അത് മാറി. ഡോക്ടർ, എനിക്ക് 35 വർഷമായിട്ട് ബി പി ആയിരുന്നു. ഞാൻ കയറാത്ത ഹോസ്പിറ്റലിൽ എൻ്റെ കുടുംബത്തോട് ചോദിച്ചാൽ അറിയാം ഞാൻ എന്തുമാത്രം സഹിച്ചെന്ന്. ഈ ബി പിയുടെ മരുന്ന് കഴിച്ച് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഈ ഡോക്ടർ ഒരു ദിവസം സത്യം ദൈവത്തിൻ്റെ വചനം പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുക എന്ന് പറയുന്നു. അങ്ങനെ ആ സ്വാതന്ത്ര്യം ഡോക്ടർക്ക് കിട്ടി. ആ സ്വാതന്ത്ര്യം സത്യസന്ധമായിട്ട് ലോകത്തോട് വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. അതുപോലെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഓരോരുത്തരും രക്ഷപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് നന്ദി, ഡോക്ടറോട് നന്ദി പറയാനാണ് കടന്നു വന്നിരിക്കുന്നത്. 35 വർഷം കാലം ഈ മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ പകുതി അവസാനം കഴിച്ചു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒരൊറ്റ മരുന്ന് കഴിക്കാതെ നിൽക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. മരുന്ന് കുടിക്കുമ്പോൾ പ്രശ്നം എന്നറിയാം, കുഞ്ഞാൽ ബി പി, ഇരുന്നാൽ ബി പി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങോട്ട് നോക്കിയാൽ ബി പി, കിടന്നാൽ ബി പി, എല്ലാം ബി പി, സർവത്ര ബി പി, ഹൈപ്പർ ടെൻഷൻ, ചുമ്മാ ബി പി ആണ്. ഒരൊറ്റ മുദ്ര കൊണ്ട് ഡോക്ടർ വിളിച്ച് പറഞ്ഞപ്പോൾ ലോകത്തോട് വിളിച്ച് പറഞ്ഞു, ആ മുദ്ര പിടിച്ച ഉടനെ എനിക്ക് പൂർണ്ണ സൗഖ്യം അന്നേരം തന്നെ ലഭിച്ചു. അതിന് നന്ദി പറയാൻ ആക്ച്വലി ഞാൻ ഇവിടെ കടന്നു വന്നത്. ഡോക്ടറിനോട് നന്ദി. ചെറിയൊരു മുദ്ര പിടിച്ചപ്പോൾ ബി പി കുറഞ്ഞെങ്കിൽ ആയുഷ്കാലം മുഴുവൻ കഴിക്കണ ആ മരുന്ന് വെറുതെ ഒന്ന് പിടിച്ചു നോക്കിയിട്ട് അന്വേഷിച്ചാൽ പോരെ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ചെറിയൊരു റിസൾട്ടാ. ബി പിക്ക് മുദ്ര പിടിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട്. എത്രയോ ആളുകളാ ഈ മരുന്ന് കുടിച്ച് ഇപ്പോഴും മരുന്നിന്റെ പുറകെ തന്നെ നടക്കുന്നവര്. അവരുടെ വിരലിനെ അവർക്ക് വിശ്വസിച്ചാൽ പോരെ. ഞാൻ തന്ന ബി പിയുടെ മുദ്ര ഒന്ന് പിടിച്ചു നോക്കുക, എന്നിട്ട് ബി പിക്ക് മാറ്റം വന്നെങ്കിൽ നിങ്ങൾ പൈസ ഒന്നും തരണ്ടല്ല, വെറുതെ കയ്യുമ്പോൾ പിടിച്ചാൽ പോരെ. ആ പിടിച്ചിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ചികിത്സകൾ ഉണ്ടെന്ന് ബോധ്യപ്പെടാൻ ഇതിൽ കൂടുതൽ എന്താ കുട്ടിയെ വേണ്ടേ? മരുന്നിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെറിയ മുദ്രയിൽ നിന്ന് തന്നെ റിസൾട്ട് കിട്ടിയെങ്കിൽ NYL ഹീലിംഗ് അതുക്കും മേലെയാണ്.